Hi friends, Tips for Happy Life എന്ന YouTube ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോവയ്ക്കയാണ്. സോ നമ്മൾ നന്നായിട്ട് കഴുകി വേണം എടുക്കാൻ. വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഒരു കോവലൊക്കെ നടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാവേ. ആദ്യം തന്നെ ഈ രണ്ട് സൈഡിലെ ഞെട്ടാണ് നമ്മൾ കോവയ്ക്ക അരിയുമ്പോൾ കളയേണ്ടത്. അതിനുശേഷം ഞാനിവിടെ നാലായിട്ട് ഇതിങ്ങനെ പൊളന്നിട്ട് ഇങ്ങനെയും കൂടി പൊളക്കും. അങ്ങനെയാണ് നാലായിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം നല്ല ഇളയ കോവയ്ക്കയാണ്. ചില സമയത്ത് നമുക്ക് ചുവന്ന കളറിലെ കോവയ്ക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കോവയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചുവന്ന് കഴിഞ്ഞാൽ കളയും. പക്ഷേ ഇതിപ്പോൾ വാങ്ങിച്ചായതുകൊണ്ട് മിക്കവാറും പേര് എടുക്കാറുണ്ട്. ഇത്ര നീട്ടമുള്ളതൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. കോവയ്ക്ക ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല വലിയ കോവയ്ക്കയാണെങ്കിൽ നമുക്ക് നാലായിട്ട് അരിഞ്ഞിട്ട് ഒന്നുകൂടി അരിഞ്ഞു കൊടുക്കാം. ഇതേ രീതിയിലുള്ള വലിപ്പത്തിലൊക്കെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വലുതായിട്ട് കോവയ്ക്ക അരിഞ്ഞതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം, അതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് ഒരു 10-20 മിനിറ്റ് ഞാനൊന്ന് വെക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാകും നമ്മുടെ ഫ്രൈക്ക്. അപ്പോൾ ഇന്നെന്തായാലും ഒരല്പം ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലെ വരുന്ന വെള്ളമൊന്ന് നമ്മളൊന്ന് പിഴിഞ്ഞ് കളയണം. ഞാൻ അതുപോലെ തന്നെയാണ് ക്യാബേജ് ചെയ്യുമ്പോഴും. വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ നോർമലായിട്ട് ക്യാബേജ് വെക്കുന്നതിനേക്കാളും വളരെ വ്യത്യാസമുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ ക്യാബേജ് വെച്ചാൽ. അതേപോലെ തന്നെയാണ് കോവയ്ക്ക ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമുക്കിനി ഈ കോവയ്ക്കൊന്ന് ഇതിലെ വെള്ളം ഇത് കേട്ടോ കുറേ വെള്ളം പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ പോകണം. നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചതുകൊണ്ട് ആ ഉപ്പുനീരും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ മാറ്റുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുക ഉപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ഒരല്പം എണ്ണ ഒഴിക്കാം. ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മുടെ ഈ ഫ്രൈക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോവാം. നമുക്കിനി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോവയ്ക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം.
നമ്മൾ ഈ കോവയ്ക്ക എല്ലാം കൂടി ഒന്നിച്ചല്ല വെക്കേണ്ടത്, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ കറിയിലേക്ക് കുറച്ച് ചതച്ച മുളകാണ്. ചതച്ച മുളക് ഇട്ടാലാണ് നല്ല ടേസ്റ്റ് നമ്മുടെ ഈ ഫ്രൈക്ക്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരല്പം മസാലപ്പൊടി കൂടി ചേർക്കാം. ഇതിപ്പോൾ ഏത് മസാലപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ചിക്കൻ മസാലയാണോ അതോ മീറ്റ് മസാലയാണോ അല്ലെങ്കിൽ ഗരം മസാലയാണോ, എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നമുക്കിനി ചതച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കോവയ്ക്ക ഇപ്പോൾ ഹാഫിൽ കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരല്പം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മസാലപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഫിഷൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണിത്. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കഴിച്ചു നോക്കി, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചോറിൻ്റെ ഇപ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ഞാൻ ആശംസിക്കുകയാണ്.